വെയിലത്ത് നിങ്ങളെന്നെ കണ്ടാൽ മിക്കവാറും ഞാൻ ഇങ്ങനെ ഒരു ആറന്മുള കണ്ണാടിയൊക്കെ വെച്ച് നിൽക്കുന്നുണ്ടാവും. കണ്ണുകളുടെ ആരോഗ്യത്തിന് ഇത് നേത്ര തർപ്പണം. നമ്മളൊക്കെ സാധാരണ ഒരു പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ ഒരു ആരോഗ്യ പ്രശ്നം വന്നാൽ എന്ത് ചെയ്യും? നേരെ ഹോസ്പിറ്റലിൽ പോകും, അത് ക്വയറിയും വരും, അങ്ങനെയല്ലേ? ചില ആൾക്കാരുണ്ട് ഈ ഒരു നട്ട് പോയാൽ അതിന് വരും 100 കെട്ടി വെച്ച് ഓടിക്കുന്ന ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാരിൽ ഒരാളാണ് ഈ അഞ്ജലി JP. അഞ്ജലിയുടെ കണ്ണിനകത്തൊരു സ്ക്രാച്ച് ഉണ്ട്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി ഈ കാഴ്ച പ്രശ്നങ്ങൾ. ഒരു സൈഡിൽ നിന്ന് മാത്രം കണ്ണുനീരിങ്ങനെ വന്നുകൊണ്ടിരിക്കും, പിന്നെ അത് മൈഗ്രെയിൻ ആകും, അങ്ങനെ സിവിയർ ഇഷ്യൂസ് ഒക്കെയാണ്. അപ്പോൾ അത് മാറ്റാനായിട്ട് ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ സ്ഥലമാണ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാം. ശ്രീകാര്യത്ത് ചെല്ലമംഗലം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള ആശ ഹോസ്പിറ്റലാണ്. ഇതൊരു യുനാനി ആയുർവേദിക് ഹോസ്പിറ്റലാണ്. ഇവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ്റ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. പോകാം വീഡിയോയിലേക്ക്. എന്നെ കുറ്റം പറഞ്ഞ ഒരാളുടെ പ്രധാനപ്പെട്ട പ്രശ്നം, താങ്കൾ അപ്പോൾ താങ്കളുടെ അസുഖങ്ങളെല്ലാം കാണിക്കാറുണ്ടോ? എനിക്കൊരു ഡാമേജ്ഡ് പീസിനെയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് തിരിയൂ നടുവിന്റെ നടുക്കായിട്ട് ഒരു മുഴയാണ്, ഒട്ടക മുഴ. കഴിഞ്ഞ 4-5 മാസമായി ജിനു എപ്പോഴും പറയുന്നൊരു ബുദ്ധിമുട്ടാണ് നട്ടലിന്റെ നടുഭാഗത്തായി വന്നിരിക്കുന്ന ഈ നീർക്കെട്ടും അത് കാരണമുള്ള അസഹനീയമായ വേദനയും. കപ്പിംഗ് തെറാപ്പി ചെയ്യുന്നത് അതിനാണ്. മൈഗ്രെയിന്, വെരിക്കോസ് വെയിന്, പ്രസവരക്ഷയ്ക്ക്, അങ്ങനെ സകലത്തിനും ഒരുപാട് ചികിത്സകൾ അവൈലബിൾ ആണ് അസ യുനാനി ആയുർവേദ ഹോസ്പിറ്റൽ. ഇത് നമ്മുടെ ചെല്ലമംഗലം വട്ടവിള ജംഗ്ഷനിലാണ്. ആശ യുനാനി ആയുർവേദ ഹോസ്പിറ്റലിലെ ആയുർവേദ ഡോക്ടറാണ്, ഡോക്ടർ അഞ്ജു. ഡെലിവറി കാരണം ചാടിയ വയറിനെ എങ്ങനെ ഒതുക്കി കെട്ടാം? നിങ്ങൾക്ക് ആ കെട്ട് കൃത്യമായിട്ട് അറിയാമോ? ഞാനൊന്ന് കാണിച്ചു തരട്ടെ. ആദ്യം നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ഡെലിവറി ആണെങ്കിലും 15 ദിവസത്തിനൊക്കെ ശേഷം നമുക്ക് വയറ് കെട്ടാവുന്നതാണ്. നോർമൽ ഡെലിവറി ആണെങ്കിൽ കുറച്ചും കൂടി നേരത്തെ കെട്ടാം. ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. വളരെ ടൈറ്റായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ബ്ലീഡിംഗ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഒരു സാരിയുടെ അത്രയും നീളം ഉള്ളൊരു കോട്ടൺ ക്ലോത്ത് എടുക്കുക, ടൈറ്റായിട്ട് കെട്ടുക. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ മാറ്റാം. കിടക്കുന്ന സമയത്ത് നമ്മളിത് അഴിക്കണം. സാധാരണ നമ്മൾ കെട്ടുന്നത് പോലെ കെട്ടും. നമ്മളിപ്പോൾ കാണിച്ചത് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു കെട്ടാണ്. അത് നമുക്ക് വീട്ടിലെല്ലാവർക്കും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഹോസ്പിറ്റൽസിൽ വരുമ്പോൾ നമ്മൾ നോട്ട് ഇട്ടിട്ടുള്ള ഒരു കെട്ടാണ്, അതാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളിത് കെട്ടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ വയറ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത രീതിയിൽ വേണം കെട്ടാൻ. സ്റ്റിച്ചിൻ്റെ പുറത്ത് അധികമായിട്ട് ഇറുക്കി കെട്ടാതിരിക്കുക. മേൽഭാഗത്ത് മാത്രം കെട്ടുന്നവരുണ്ടാവും, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഫുൾ കവർ ചെയ്തിട്ട് കെട്ടാനായിട്ട് ശ്രദ്ധിക്കുക. ഭയമുണ്ടോ? ഞാൻ നിന്റെ കൂടെ ജീവിക്കുന്നത്, ഞാൻ കൂടുതൽ ഭയമുണ്ട്. ഇതിലിങ്ങോട്ടേക്കോ ഇതിൽ ഈ കപ്പിങ് ചെയ്ത എന്താ മെച്ചെന്ന് വെച്ചാൽ ഇവിടെയുള്ള ജസ്റ്റ് ഒരു കഞ്ചഷൻ ഉണ്ട്, നീർക്കെട്ട്, അത് ഡിസോൾവ് ആയിട്ട് പോകും. ഒന്ന് നമ്മൾ ബ്ലഡ് എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്, ഒന്ന് എടുക്കാതെ. ഇപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ബ്ലഡ് എടുക്കാതെ കപ്പിങ് ചെയ്യും. ആ സമയത്ത് ഈ ഭാഗത്തുള്ള നീരൊക്കെ അത്യാവശ്യം ഡിസോൾവ് ആകും. നേരത്തെ മസാജ് ചെയ്തു, അതുപോലെ ഡ്രൈ കപ്പിങ് ചെയ്തു, ആ കഞ്ചഷൻ കുറേയൊക്കെ ഡിസോൾവ് ആയി. അപ്പം അതിനുശേഷം ഈ ഹിജാമ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് നീരും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഈ ബ്ലഡിലൂടെ പുറത്തു പോകും. തർപ്പണമാണ് ചെയ്യാൻ പോകുന്നത്. നന്നായിട്ടൊരു മസാജ് കൊടുക്കും, എന്നിട്ട് സ്റ്റീം കൊടുക്കും. കണ്ണിന് ചുറ്റും റിങ് വെച്ചിട്ട് ചൂട് കുറച്ചിട്ട് ഗീ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. മെയിനായിട്ടും തർപ്പണത്തിന് യൂസ് ചെയ്യുന്നത് ത്രിഫലാദി ഘൃതമാണ്. കണ്ണിന് ചുറ്റുമുള്ള മസിൽസിനൊക്കെ ഒരു സ്ട്രെങ്ത് കിട്ടാനും ഒക്കെ നല്ലതാണ്. പതുക്കെ ഒന്ന് കണ്ണ് തുറന്നടയ്ക്കോ. ഓക്കെ ആണോ? ആയുർവേദ യുനാനി ഹോസ്പിറ്റലുകൾ വളരെ ചുരുക്കമാണ്. അത് പുതിയ തന്നെ ഒരു അനുഭവമാണ്. കണ്ണിന് നല്ലൊരു ആശ്വാസം എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. 9 മാസക്കാലത്തെ ഒരു സ്ട്രെസ്സിനും സ്ട്രെയിനും ഒക്കെ ശേഷമാണ് പ്രസവം നടക്കുന്നത്. പ്രസവം കഴിഞ്ഞ സ്ത്രീനെ ആയുർവേദത്തിൽ സൂതിക എന്നാണ് പറയുന്നത്. പ്രസവ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു പാരമ്പര്യ ചികിത്സാ രീതി എന്നതിലുപരി ഒരു ശാസ്ത്രീയമായ ആയുർവേദ രീതിയിലുള്ള ഒരു ആരോഗ്യ സംരക്ഷണം കൂടിയാണ്. പേശികളുടെ വലിവ്, ഓസ്റ്റിയോപോറോസിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഉറക്കക്കുറവ്, പിന്നെ ബാക്ക് പെയിൻ, മസിൽ പെയിൻ, ചിലരിൽ കണ്ടുവരുന്നതാണ് പൈൽസ്, ഫിഷർ, പിന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, കഴുത്തിലും വയറിലുമെല്ലാം കരുവാളിപ്പ്, സ്ട്രെച്ച് മാർക്സ്, പോസ്റ്റ്നേറ്റൽ ഡിപ്രഷൻ, അതുപോലെ തന്നെ ആങ്സൈറ്റി, സ്ട്രെസ്. അപ്പോൾ ഇതിനെല്ലാം തന്നെ നല്ലൊരു ആയുർവേദ പരിചരണം അല്ലെങ്കിൽ ഒരു പ്രസവ ശുശ്രൂഷ നൽകേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ആദ്യം അഭ്യംഗം ചെയ്യും. അനുയോജ്യമായ എണ്ണ ചൂസ് ചെയ്തിട്ട് എണ്ണ ചൂടാക്കിയിട്ട് ദേഹം മുഴുവൻ മസാജ് ചെയ്യുവാണ്. അപ്പോൾ അഭ്യംഗം ചെയ്യുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട്, മസിൽ പെയിൻ ഇതെല്ലാം റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ലേപനമാണ്. ലേപനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ സ്ട്രെച്ച് മാർക്സ്, അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മൾ പ്രത്യേകം ഹെർബൽ പൗഡേഴ്സ് വെച്ചിട്ട് ലേപനം ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ചികിത്സയാണ് കിഴി. കിഴി എന്ന് പറയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള കിഴികളുണ്ട്. പൊടിക്കിഴി, ഇലക്കിഴി, നാരങ്ങക്കിഴി, ഞവരക്കിഴി. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇലക്കിഴിയാണ്.
ഇലക്കിഴി എന്ന് പറയുമ്പോൾ നമ്മൾ ഹെർബൽ ലീവ്സും ദ്രവ്യങ്ങളും വെച്ചിട്ട് കിഴി ഉണ്ടാക്കി പിന്നെ ചൂട് എണ്ണയിൽ ഡിപ്പ് ചെയ്തിട്ട് മസാജ് ചെയ്ത് ടാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ദേഹത്തുള്ള സ്വെല്ലിങ്ങും ലോ ബാക്ക് പെയിനൊക്കെ കുറയ്ക്കാനായിട്ടും സഹായിക്കുന്നു. അവസാനം നമ്മൾ ചെയ്യുന്നത് ഞവരക്കിഴിയാണ്. ഞവരക്കിഴി എന്ന് പറയുമ്പോൾ ഒരു ഫുൾ ബോഡി നറിഷ്മെൻ്റ് ആണ് കൊടുക്കുക. അതായത് സ്കിന്നിനെ നറിഷ് ചെയ്യാനും ഓവറോൾ ഒരു പ്രസവം കഴിഞ്ഞ സ്ത്രീക്ക് ഒരു ക്ഷീണവും വിളർച്ചയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നേരെ ആക്കാനായിട്ട് ഈ ഞവരക്കിഴി സഹായിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ചികിത്സയാണ് വേദുകുളി. ഹായ്, ഞാൻ ഡോക്ടർ അർഷാദ്, അസൈ യുനാനി ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. പൊതുവെ ഒട്ടുമിക്ക ആളുകൾക്കും ആയുർവേദം എന്താണെന്നുള്ളത് ഒരുപക്ഷെ അറിയായിരിക്കാം. യുനാനി കാലങ്ങളായി പ്രചാരത്തിലൊരു മെഡിക്കൽ സിസ്റ്റമാണ്. മരുന്നുകളുണ്ട്, അതിൻ്റെ കൂടെ തന്നെ റെജിമെനൽ തെറാപ്പീസ് ഉണ്ട്. ജീവിതശൈലി ക്രമീകരിക്കുന്ന ഒരു സിസ്റ്റം കൂടിയാണ്. ഒഴിച്ചിൽ വീഴ്ചയിൽ കിഴി പോലത്തെ ട്രീറ്റ്മെൻറ്റിന് കൂടെ തന്നെ യുനാനിയിലൊരു യുണീക്ക് ട്രീറ്റ്മെൻറ്റ് രീതിയാണ് കപ്പിംഗ് ട്രീറ്റ്മെൻറ്റ്. അതായത് ഹിജാമ, നമ്മുടെ ജോയിൻറ്റ് ഡിസോർഡേഴ്സിനും മസിൽ പെയിനൊക്കെ നല്ല ഫലവത്തായ ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഈ കപ്പിംഗ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത്. ഒരുപാട് ആളുകൾ ഇപ്പം കണ്ടുവരുന്ന മൈഗ്രെയിൻ, അതുപോലെ വെരിക്കോസ് വെയിൻ, അലർജി സംബന്ധമായ അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, പിന്നെ വയറ് സംബന്ധമായ അസുഖങ്ങൾ, പേശിവേദന പോലെയുള്ള അസുഖങ്ങൾ, ഡിസ്ക് ബൾജ്, കഴുത്ത് വേദന, അങ്ങനെയുള്ള ഒരു ഒട്ടുമിക്ക അസുഖങ്ങൾക്കും യുനാനിയിൽ നല്ല ഫലവത്തായ ചികിത്സാ സംവിധാനമുണ്ട്. നമ്മളിവിടെ കൊടുക്കുന്ന കർക്കിടക ചികിത്സയും കപ്പിംഗ് ട്രീറ്റ്മെൻറ്റും കൂടെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അത് പ്രധാനമായി കാലങ്ങളായി നമുക്കുണ്ടാകുന്ന നീർക്കെട്ട്, അതുപോലെ സന്ധിവേദനകൾക്ക് നല്ല ഫലപ്രദമാണ്. അമിതവണ്ണത്തിന് നമുക്കുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ മെഡിസിൻസ് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ റെജിമെനൽ തെറാപ്പീസ് ഉണ്ട്. അതിൻ്റെ കൂടെ ചില ഭക്ഷണ ക്രമീകരണങ്ങളൊന്നും ചെയ്യേണ്ടതുണ്ട്. കഠിനമായ വ്യായാമ മുറകളില്ലാതെ തന്നെ നല്ല രൂപത്തിൽ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കുറക്കാനുള്ള സംവിധാനം നമ്മുടെ ആയുർവേദ യുനാനി സിസ്റ്റത്തിലുണ്ട്. കൃത്യമായൊരു ഡയറ്റ് പ്ലാൻ ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഇതിന് കൂടെ തന്നെ സപ്ലിമെൻ്റ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ടാവും. അതിൻ്റെ കൂടെ ഉദ്വർത്തനം പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ, പൗഡർ മസാജ് പോലെയുള്ള ട്രീറ്റ്മെൻറ്റും കൂടെ നമ്മളിതിൽ ചെയ്യുന്നുണ്ട്. പ്രസവ ശുശ്രൂഷയാണോ നോക്കുന്നത്? വെൽനസ് ട്രീറ്റ്മെന്റ്, മൈഗ്രെയിൻ, സന്ധിവേദന, പേശീവേദന, കർക്കിടക ചികിത്സ, വെയിറ്റ് ലോസ് ട്രീറ്റ്മെന്റ്, അങ്ങനെ ആവശ്യം എന്ത് തന്നെയാണെങ്കിലും അസ ആയുർവേദ യുനാനി ഹോസ്പിറ്റൽ ഫുള്ളി എക്യുപ്ഡ് ആണ്. കേരളത്തിനകത്തും പുറത്തുമായി ഒരുപാട് ബ്രാഞ്ചസ് അവൈലബിൾ ആണ്. ട്രീറ്റ്മെന്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അപ്പോയിന്റ്മെന്റിനും ഡോക്ടറെ കാണാനും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടൂ. താങ്ക് യു. ബൈ.